ഹലോ എവരി വൺ. ഇന്നൊരു വ്ളോഗും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് നമ്മുടെ ഇവിടുത്തെ മൂങ്ങോട് പള്ളി എന്നറിയപ്പെടുന്ന സെൻറ്റ് സെബസ്ത്യാനോസ് ചർച്ചിലെ പള്ളി ഉത്സവവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. ആവശ്യമിട്ട് ആ ഒരു പള്ളിയും സ്ഥലങ്ങളും കാര്യങ്ങളും അങ്ങനെ അരുണിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അരുൺ ഇപ്പോൾ വണ്ടിയും കൊണ്ട് അവിടെ എത്തും. അങ്ങനെ നേരെ അരുണിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അരുൺ ഇങ്ങനെ വരാമെന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അരുൺ വെയിറ്റിംഗ് ആണ്. അരുൺ ഓൻ്റെ വരികയാണ്. മൂങ്ങോട്ട് പള്ളിയിൽ നിന്ന് 7 ദിവസത്തെ പരത്തിക്കൂടെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം അങ്ങോട്ടുള്ള ഒരു പോക്കും കാര്യത്തിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അരുണിന് വേണ്ടി ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇവിടെ അരുണിന് വെയിറ്റിംഗ് ആണ്. ഈ കാണുന്ന നമ്മളെ റേഷൻ കടയാണ് നാട്ടിലുള്ള. ഇത് അവധിയാണ്. ആ ഒരു കാര്യം വെച്ച് ഇവിടെ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇവിടെ കയറുന്ന റെസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അരുൺ വരുന്ന വഴുതി ഈ വഴിയായിരിക്കും അരുൺ വണ്ടിയും കൊണ്ട് വരാറ്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് ഇങ്ങനെ മോസ്റ്റ് വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അരുൺ എത്തിയത് ഈ ബൈക്കിലാണ് നമ്മളിങ്ങനെ സ്കൂട്ടിയിലാണ് പോകാൻ വേണ്ടി പോകുന്ന. ആ ഒരു കാര്യങ്ങൾ വെച്ച് നമ്മൾ ഈ സ്കൂട്ടിയിൽ ഇവിടെ നേരെ തെറ്റിക്കുളം റൂട്ട് വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാനുള്ള ശ്രമവും കാര്യങ്ങളൊക്കെയാണ്. സോ ആ ഒരു കാര്യം വെച്ച് ഈ വണ്ടിയിലാണ് നമ്മളിങ്ങനെ പോകാനുള്ള ഒരുപാട് ചാൻസ്. ഇതാണ് പോകുന്നത്. ആ ഒരു കാര്യം വെച്ച് അങ്ങനെ നമ്മൾ വണ്ടിയിൽ യാത്ര അങ്ങനെ ഏകദേശം നമ്മൾ മൂങ്ങോട് പള്ളീൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസിൻ്റെ അങ്ങോട്ട് എത്താറായി. പെട്രോളിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് അരുണാണ് വണ്ടി ഓടിക്കുന്ന. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളൊക്കെ അടിച്ച് നമ്മളിങ്ങനെ നേരെ മൂങ്ങോട് പള്ളീൻ്റെ ആ ഒരു സ്പേസിലേക്ക് നമ്മൾ കടക്കാറായി. ആ ഒരു മെയിൻ കവാടം ഇപ്പോൾ എത്തും. ആ ഒരു സ്പേസിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിത് അങ്ങനെ യാത്ര നമ്മൾ മൂങ്ങോട് പള്ളീൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് ഇങ്ങനെ എത്തി. മൂങ്ങോട് വിശുദ്ധ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൻ്റെ ആ ഒരു വഴിയിലേക്കാണ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നൈറ്റൊക്കെ ആവുന്ന നേരത്ത് ഇവിടെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ വന്ന് ഈ വഴിയൊക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ വാഹനത്തിനൊട്ടും ഈ വഴി ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റത്തില്ല. നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതുവഴിയാണ് ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ വരുന്ന. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാരണമൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ നേരെ അങ്ങ് പള്ളി വരെ എത്തിയിട്ടുണ്ട്. അവിടെ വരെ ഈ ലൈറ്റ് ഇങ്ങനെ കണ്ടിച്ച് പോകും. രാത്രിയാകുമ്പോൾ ഇവിടെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാനൊക്കെ. ഈ നാട്ടിലുള്ള ആകെ ഒരു പള്ളി എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റിയൊരു ദേവാലയമാണ് വിശുദ്ധ സെൻറ്റ് സെബാസ്റ്റ്യനോസ് ദേവാലയം. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചത് മൂങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കവലിയൂർ ആറ്റിങ്ങൽ ഭാഗത്താണ് ഈ ഒരു ചർച്ച് വരുന്നത്. ആറ്റിങ്ങൽ വന്നിട്ട് കവലിയൂർ ഭാഗം കയറി ഞങ്ങൾക്ക് ഇവിടെ എത്താൻ വേണ്ടി പറ്റും. കാണാനാണെങ്കിൽ ഭയങ്കര രസമായി ഈ പള്ളി കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. തൊട്ടടുത്ത കുറേ കാണാനുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ ഈ ഒരൊറ്റ വഴി നേരെ ചെന്നിറങ്ങി നമ്മുടെ പള്ളിയുടെ ആ ഒരു ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. ട്രാഫിക് ബ്ലോക്ക് ഇപ്പോഴും ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. രാവിലെയും ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. ആ ഒരു കാരണം ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊന്നും ഒരു വിഷയവും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ നേരെ ആ ഒരു ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഒരു സ്കൂൾ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഇതാണ് നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ മുമ്പിലത്തെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. അവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തോ. ആ കാണുന്നതാണ് ആ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ. ഇവിടെ മൊത്തം വാഹനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പുണ്യാളൻ്റെ ഫോട്ടോ കണ്ടു. ഇപ്പോൾ നമ്മളെ ചർച്ചിലേക്കുള്ള ആ ഒരു പടിക്കെട്ടും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടു. അതിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു പടിക്കെട്ട് കയറി വേണം നമുക്ക് പള്ളിയിലേക്ക് എത്താൻ. ഒരുപാട് ആളുകളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അകത്തോട്ട് നമുക്ക് ഇപ്പോൾ കയറാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അവിടെ ഞായറാഴ്ചത്തെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കയറിയ അത് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്കതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാനേ പറ്റും. നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വിശുദ്ധ സെബാസ്റ്റ്യനോസിൻ്റെ മറ്റൊരു ശില്പം ഇരുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഒരു മെഴുകുതിരി വഴിപാട് രൂപങ്ങളൊക്കെ എടുത്ത് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ചർച്ചിൻ്റെ അകങ്ങളും കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്ന് നമുക്കിവിടെ കുർബാന കാണാൻ വേണ്ടി പറ്റും. ഇവിടെ പുണ്യാളൻ്റെ മറ്റൊരു പ്രതിമ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഒരു രൂപവും കാര്യങ്ങളൊക്കെ നേർച്ച കൊടുക്കുന്ന ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. പുണ്യാളനെ കാണാൻ വേണ്ടി ക്യൂ നിന്നാണ് കാണാനുള്ള. തൊട്ടുപുറയിലെ പുണ്യാളൻ്റെ 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ഗോപുരം പോലെ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ക്യൂവിൽ നിന്ന് വേണം ഇവിടെ വഴിപാട് മെഴുകുതിരി വെക്കാൻ. നമുക്കിതെല്ലാം ചെയ്യാം. ഇതാണ് നമ്മൾ പുണ്യാളനെ എഴുന്നള്ളിക്കുന്ന ആ ഘോഷയാത്രയുടെ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ. ഇത് എഴുന്നള്ളിച്ച് നമ്മൾ നേരത്തെ കണ്ട ഒരു വഴി കൂടെ ഇങ്ങനെ പോകുന്നതായിരിക്കും. നമ്മുടെ പള്ളിയുടെ ഒരു ഓവർവ്യൂവും കാര്യങ്ങളൊക്കെ ഇതാണ്. നല്ല രസമാണ് നൈറ്റ് കാണാൻ. ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പോഴും കാണാൻ രസത്തിന് കുറവൊന്നുമില്ല. സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഈ അകത്ത് കയറാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിൽ ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ കാത്തിവിടെ നിൽപ്പുണ്ട്. അകത്ത് ഞായറാഴ്ച കുർബാന ഉള്ളതാണ് ആർക്കും അങ്ങോട്ട് കയറാൻ വേണ്ടി പറ്റാതിരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇവിടെയുള്ള ഈ പുണ്യാളനെ എല്ലാവരും കണ്ട് തൊഴുതുകൊണ്ടിരിക്കുകയാണ്.
കുറച്ച് കഴിയുമ്പോൾ ഈ കുർബാന തീരുമ്പോൾ നമുക്കകത്ത് കയറി നമുക്ക് പല കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്കിത് ഈ സാധനം കിട്ടുന്നത്. ഇത് നമ്മളിവിടെ ചീനി മാവെന്നൊക്കെ പറയും, ചിലർ അരിപ്പൊടി എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് പലഹാരവും കാര്യങ്ങളൊക്കെ തന്നു. നല്ല ടേസ്റ്റ് എന്ന പലഹാരം അത് കഴിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കുറേ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? നമ്മളെ വർക്കല പ്രദേശങ്ങളിലും ഈ മൂങ്ങോടൊക്കെ നമുക്കിവിടെ എന്ത് മതപരമായ ഒരു ആഘോഷം വന്നാലും നമ്മളൊക്കെ ഇവിടെ ഒറ്റക്കെട്ടാണ്. എല്ലാവരും പങ്കെടുക്കുന്ന ഒരു രീതി ഇവിടെ വർക്കലയിൽ പ്രത്യേകിച്ചുണ്ട്. ശിവഗിരി ഫെസ്റ്റ് ആയിരുന്നാലും മറ്റ് അമ്പലങ്ങളിലെ ഉത്സവങ്ങളായാലും പള്ളി ഉത്സവം നമ്മളെല്ലാവരും വന്ന് ഒത്തുചേർന്നാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. അങ്ങനെ ഇവിടെ എല്ലാവരും വരാറുണ്ട്. നമ്മൾ പിന്നെ കുറേ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാറുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്താണെന്ന് തോന്നുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളവിടെ മേടിക്കും. അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തൊക്കെ നമുക്ക് ആവശ്യമുള്ള ചില സാധനങ്ങളൊക്കെ നമ്മളെവിടെ കാണുന്നു അതൊക്കെ മേടിക്കും. ഇവിടെ ചെടികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. എല്ലാ ടൈപ്പുള്ള പ്ലാന്റും കാര്യങ്ങളും അതിൻ്റെ ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എല്ലാം ഇവിടെ നല്ല രസത്തിലായിരുന്നു ഇവിടെ ഇങ്ങനെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ കുറേ ചെരുപ്പും ബാഗിൻ്റെയൊക്കെ മേളകൾ കാണാൻ വേണ്ടി പറ്റും. വന്ന് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ നല്ലപോലെ മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറ്റിയ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഷോപ്പിങ്ങിനും ബെറ്റർ സ്പേസൊക്കെയാണ് ഇവിടെ അറേഞ്ച്മെൻറ്റും കാരണം ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഇത് മുടങ്ങാതെ ഇവിടെ നടക്കുന്ന ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് മൂങ്ങോട് പള്ളി ഉത്സവം. ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. നമ്മളെ വീട്ടുപകരണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ മേടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കത്തി ഐറ്റംസ് ഒരുവിധപ്പെട്ട എല്ലാ വെട്ടുകത്തി ചെറിയ കത്തികളെല്ലാം ഇവിടെ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് വീട്ടുപകരണങ്ങൾ, തൊഴിലുപകരണങ്ങൾ, അങ്ങനെയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. തൊഴിലായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്നാക്സ്, പഴയകാല മിഠായികൾ എന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം കണ്ടിങ്ങനെ നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലേഡീസിനുള്ള മാല, വള, കമ്മൽ അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ തൊപ്പി ഇതും പിന്നെ കരിമ്പ്. ഈ കരിമ്പ് ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ. ഇതിന് മുമ്പ് ഇവിടെ കരിമ്പ് ഇവിടെ കണ്ടിട്ടില്ല. പിന്നെ കളിപ്പാട്ടങ്ങൾ, പിന്നെ കൊച്ചു കുട്ടികളുടെ വളകൾ, ചീപ്പ് അങ്ങനത്തെ കുറേ ഐറ്റംസും കാര്യങ്ങളും കളിപ്പാട്ടങ്ങളെല്ലാം പിന്നെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ ലേഡീസിൻ്റെ ഒരു കാരണം തന്നെ കരിമ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഫസ്റ്റ് ടൈമാണ് കരിമ്പിൻ്റെ ഒരു കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു കാരണം വെച്ചാൽ നമ്മൾ ലേഡീസിൻ്റെ കുറേ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ടോയ്സും ഐറ്റംസ് എല്ലാം ഉണ്ട്. ആ രീതിക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും വന്ന് ചട്ടി മേടിക്കാൻ വേണ്ടി ഈ സ്പേസിലേക്ക് വരുന്നതാണ് മൂങ്ങോട്ട് പള്ളീൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പൊങ്കാലയ്ക്കുള്ള ചട്ടിയും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോകും. എൻ്റെ അമ്മയും ഒരുപാട് തവണ ഇവിടെ നിന്ന് പൊങ്കാലയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളിങ്ങനെ ഈ പൊങ്കാലയ്ക്കുള്ള ചട്ടി മേടിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ എത്താറുണ്ട്. അത് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയി പൊങ്കാലയിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഐശ്വര്യം എന്നൊക്കെയാണ് പറയുന്നത്. പുണ്യാളൻ്റെ ഐശ്വര്യവും ഭദ്രദേവിയുടെ ഐശ്വര്യവും എല്ലാം കൊണ്ട് ആ പൊങ്കാല ഗംഭീരമായിട്ട് തന്നെ മാറുന്നതാണ് ചില വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ. ആ ഒരു കാര്യം വെച്ച് ഇവിടെ ഈ ചട്ടി മേടിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് പേര് ഇവിടെ എത്താറുണ്ട്, വന്ന് നോക്കാറുണ്ട്, മേടിക്കാറുണ്ട്. അവരുടെ പൊങ്കാലയൊക്കെ ഇതിലേക്കുള്ള കുറേ വിശ്വാസങ്ങളും കൂടി ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അതെല്ലാം ഒരു എന്നത്തേക്കും മറ്റുള്ള ഒരു പഴയ കാല ഓർമ്മയും കാര്യങ്ങളൊക്കെയാണ്. എന്നെ അപേക്ഷിച്ച് നമ്മളിവിടെ വന്ന് ഒരുപാട് തവണ അമ്മയ്ക്ക് വേണ്ടി ചട്ടിയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മേടിച്ച് ഇങ്ങനെ പോയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും പല ചട്ടി ഐറ്റംസ്, മൺപാത്രങ്ങൾ അതൊക്കെ കാണാൻ വേണ്ടി പറ്റും. മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുറേ ഈ ചായക്കപ്പൊക്കില്ല അതൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ടോയ്സും കുട്ടികളുടെ ഉപകരണങ്ങളും കാര്യങ്ങളും പിന്നെ സ്നാക്സ് ഐറ്റംസ്. ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ സ്നാക്സ് ഐറ്റംസും ഐസ്ക്രീമൊക്കെയാണ് പിന്നെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ ഒരു സ്കൂളുണ്ട്, സെബസ്റ്റ്യാനോസ് LP സ്കൂളൊക്കെ അവിടെയുണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ഇതിനു വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന കാര്യം വെച്ചിരിക്കുന്നത് നല്ല വലിയൊരു സ്പേസാണിത്. ഇതൊക്കെ മാറാൻ നേരത്തെ ഇവിടെ നല്ല ഒഴിവായിരിക്കും. പിന്നെ സ്നാക്സ് കടയിൽ കയറി അരുൺ എന്തൊക്കെ മേടിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റി. ഇവിടെ നല്ല രീതിക്കുള്ള കുറേ കച്ചവട സംരംഭം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എല്ലാം വിലക്കുറവും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ വിഷയം നല്ല രീതിക്കുള്ള ഇവർക്കിവിടെ അധികം വലിയ കച്ചവടം അല്ലെങ്കിൽ പോലും അവർക്ക് അതിനനുസരിച്ച് ഇവിടെ വിലയ്ക്ക് കൊടുക്കാൻ വേണ്ടി അവർക്കറിയാം. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് കച്ചവടം പിടിക്കാനുള്ള ഒരു ശ്രമവും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. ഇതെല്ലാം വിലക്കുറവിൽ തന്നെ തരും. അത് എന്നത്തെ അങ്ങനത്തൊരു സംഭവം കാര്യങ്ങളൊന്നുമല്ല. രാത്രിയാകുമ്പോഴാണ് ഇവിടെ നല്ല കച്ചവടങ്ങളും സെയിലൊക്കെ കൂടുന്നത്. നല്ല തിരക്ക് അനുഭവപ്പെടുന്ന രാത്രി ടൈമിലൊക്കെ ആയിരിക്കും. മിക്കവാറും ഞാൻ രാത്രി ഇവിടെ ഒന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ ഒരു കാര്യം വെച്ചത് നമ്മളെ പള്ളിയുടെ ലോങ് വ്യൂ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. നല്ല ഒരു വിഷണറിയാണ്. രാത്രി ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നൈറ്റ് ഇവിടെ വരികയാണെങ്കിൽ നൈറ്റ് ഉള്ള ഒരു വ്യൂ കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കുന്നത്. ഈ സ്കൂൾ കണ്ടു, ഇതിന് തൊട്ടപ്പുറത്തൊരു കായലുണ്ട്. അതിൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ടോയ്സ് ഐറ്റംസ്
അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ടോയ്സൊക്കെ അത്യാവശ്യം പോലെ കുട്ടികൾക്കുള്ള ടോയ്സ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി നല്ലപോലെ തന്നെ പറ്റുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് കറങ്ങി നിൽക്കുകയാണ്. അവിടെ എന്തൊക്കെയോ സ്നാക്സ് വെട്ടുകൊണ്ട് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്. എനിക്കൂടെ ചേർന്നായിരുന്നു ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുന്ന അത് വേറൊരു കാര്യം. അങ്ങനെ നമ്മളതിലേക്ക് സ്നാക്സൊക്കെ മേടിച്ച് നമ്മൾ നേരെ പോകുന്നത് കൊണ്ടെന്ന് അറിയാമോ, നമ്മളൊന്ന് കായലിൻ്റെ ഒരു ഏരിയയിലേക്കാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കായലിവിടെ പണ്ട് ഈ കായലിലാണെങ്കിൽ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക് ഫീലിലേക്ക് പറയാൻ വേണ്ടിയുണ്ട്. നമ്മൾ പണ്ട് ഇവിടെ ഒരു ഉത്സവം സമയത്താണെങ്കിൽ അന്ന് ഇവിടെ വള്ളം സർവീസ് ഉണ്ടായിരുന്നു. വള്ളത്തിൽ കയറ്റി തൊട്ടപ്പുറത്ത് ഒരു കര വരെ കൊണ്ടാ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടൊരു കൗതുകം പോലെ വള്ളത്തിൽ കയറാൻ താല്പര്യമുള്ളവർക്കൊന്ന് കയറാൻ ആൾക്ക് 50 രൂപ ചേർന്ന് അന്ന് കൊടുത്തിരുന്നത്. ഇന്ന് അതൊന്നും ഇവിടെ ഇല്ല. അതെന്തും പറ്റി നടത്തി അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ കുറച്ച് നാളും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ മൂങ്ങോട് കായൽ എന്നറിയപ്പെടുന്ന കായലും കാര്യങ്ങളൊക്കെയാണ് അത് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ കക്ക വരാനൊക്കെ ഞാൻ പണ്ട് ഒരുപാട് തവണ ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് നല്ല രസകരമായ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാവരും അപ്പുറത്തെ കരയിലാണ് വന്നിരിക്കുന്നത്. ആ ഒരു കാര്യങ്ങളെ വെച്ച് ഇത് കാണാൻ ഭയങ്കര രസമുണ്ട്. പണ്ട് ഇതുവഴിയൊക്കെ ആയിരുന്നു വള്ളത്തിലേക്ക് അപ്പുറത്തെ കരവരേക്ക് നമ്മൾ പോയി വന്ന കാര്യങ്ങളൊക്കെ. അതിന്നും ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് വലിയ കായലാണ്. ഇതിങ്ങനെ കറങ്ങി ഇങ്ങനെ നമ്മുടെ ആറ്റിങ്ങൽ ഏരിയ വഴി ഇങ്ങനെ സറൗണ്ടിങ്സ് ഇത് പോകും. ഇവിടെ നിന്ന് അങ്ങോട്ട് അത്രയ്ക്ക് വലിയൊരു കായലും കാര്യങ്ങളൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ആ രീതിക്കുള്ള ഒരു വ്യൂ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റും. പിന്നെ കായൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമവും കാര്യങ്ങളും നമ്മളിങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ അത്യാവശ്യം നല്ല ഒരു സംഭവങ്ങളും വെള്ളത്തിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെങ്ങനെ നേരെ 2 സർബത്ത് ഓർഡർ ചെയ്തു. നമ്മൾ വാട്ടർമെലൺ ഫ്ലേവർ നമ്മൾ ഓർഡർ ചെയ്ത ഈ പയ്യന്മാരുടെ ഒരു സർബത്ത് മേക്കിംഗ് വേറെ ലെവൽ സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവരെങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ പയ്യൻ്റെ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കി എന്ത് രസമായിട്ടല്ല അവൻ ചെയ്യുന്നത്. അതൊക്കെ ബാലൻസിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സർബത്ത് ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്രേസി സാധനമാണ്. അത് നല്ല ഒരു രീതിക്ക് ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു ബെറ്ററായിട്ട് ഓരോ ഇതൊക്കെ ചെയ്ത് വെക്കുന്നത്. അതൊരു കഴിവ് തന്നെയാണത്. സർബത്തിൻ്റെ ഒരു മേക്കിങ് അത് കാണേണ്ടൊരു കാശിനാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സർബത്തെ കുറിച്ച് നമ്മളിങ്ങോട്ട് വന്ന സമയത്താണ് ഇവിടെ ഫ്ലവേഴ്സിൻ്റെ ഇരിക്കും. നമ്മളൊന്ന് കയറി നമുക്ക് പറ്റിയ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ നോക്കാൻ വേണ്ടി കയറുന്നതാണ്. പക്ഷേ ഒന്നും അത്രയ്ക്ക് നമുക്കൊന്നും സ്യൂട്ടല്ല. കാരണം നമ്മുടെ ഒരു ഏജിനൊന്നും ഇതൊന്നും വേണ്ട. ആ ഒരു കാര്യം വെച്ച് എന്തെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ നിൽക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന് നോക്കിയതാണ്. നമ്മളങ്ങനെ ഈ ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ചെടികളുടെയൊക്കെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ പോയി ചെന്നിട്ട് ഒരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിച്ചത്. അതിപ്പം കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അരുണിനാണെങ്കിൽ ഒരു ഈ മണ്ണിലുണ്ടാക്കിയ ഒരു ചായക്കപ്പ് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നമ്മളിവിടെ എത്തി. പക്ഷെ നമ്മൾ വാങ്ങിയില്ല. ആ ഒരു കാര്യം വെച്ച് നമ്മൾ പിന്നെ അതങ്ങ് റിജക്റ്റ് ചെയ്തു. പിന്നെ എപ്പോഴെങ്കിലും എടുക്കാമെന്ന് കരുതി നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി. ഇവിടെയും കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഓവറോൾ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നേരത്തെ കണ്ട ഒരു പലഹാരക്കടയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു സറൗണ്ടിങ്സിൽ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ള ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നല്ലൊരു സ്പേസ് കച്ചവട മേഖല നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പിന്നെ പല സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ കച്ചവടവും നടക്കുന്നുണ്ട്. ഇത് പപ്പടമാണ് ഈ കാണുന്നത്. ഹാൻഡ് മെയ്ഡ് പപ്പടങ്ങൾ പല സൈസും കാര്യങ്ങളൊക്കെയാണ് കണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ചെരുപ്പിൻ്റെ അറേഞ്ച് ചെയ്തങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ നടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൾമോസ്റ്റ് നമ്മുടെ കാഴ്ചകൾ കണ്ട് കഴിയാറായി. നമ്മൾ നേരത്തെ കണ്ട ഒരു സ്നാക്സിൻ്റെ ശേഖരവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇതെല്ലാം വിലക്കുറവാണ് കേട്ടോ. വലിയ ഒരു ഭയങ്കര പൈസയൊന്നും അതിൽ നമുക്ക് ഒരു മിനിമം മേടിക്കാൻ വേണ്ടി പറ്റിയൊരു സംഭവം. ഇതാണ് നമ്മുടെ പള്ളീൻ്റെ അകവും കാര്യങ്ങളൊക്കെ. നമ്മുടെ മൂങ്ങോട് ചർച്ചിൻ്റെ അകഭാഗമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പുണ്യാളൻ ഒരുപാട് പേര് നേർച്ചയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വന്ന് അവരാൽ കഴിയുന്ന മെഴുകുതിരിയും കാര്യങ്ങളും പ്രാർത്ഥനയും ഒക്കെ ഇങ്ങനെ കണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നമ്മുടെ ഈ മാതാവിനാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മളെ യേശുവിൻ്റെ മാതാവിനെ മേരി എന്ന് പറയുന്ന മാതാവിനെ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല രസത്തിലാണ് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ മറ്റൊരു പുണ്യാളനെ കാണാൻ വേണ്ടി പറ്റുന്നത്. പുണ്യാളന്മാർ ഒരുപാടുണ്ട്. ആ ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോന്നിനും ഓരോ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കത് അറിയത്തില്ല. ഉള്ള കാര്യം പറഞ്ഞാൽ എനിക്കൊരു പിടുത്തമില്ല. പുണ്യാളന്മാരും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ ഒരു പേരെങ്കിലും വെച്ചെങ്കിൽ നമുക്കത് വായിച്ച് നോക്കാമായിരുന്നു. ആ ഒരു കാര്യങ്ങൾ വെച്ച് ഗംഭീരമായ അറേഞ്ച്മെൻറ്റാണ്. ഈ ഒരു സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഘോഷയാത്രയുടെ കൂടി ഇങ്ങനെ പുറത്തു പോകും കേട്ടോ. ഇതും ഒരു പുണ്യാളനാണ്. അന്തോണീസ് പുണ്യാളൻ ആണെന്നാണ് തോന്നുന്നത്. ആ ഒരു കാര്യം ആ പാമ്പിൻ്റെ വായിൽ കോലുകൊണ്ട് കുത്തുന്ന അന്തോണീസ് പുണ്യാളനില്ല. അപ്പോൾ ഇത് അന്തോണീസ് പുണ്യാളനാണ് ചാൻസ് കൂടുതൽ. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതെല്ലാം ഘോഷയാത്രയിൽ പുറത്തിങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുന്നതായിരിക്കും. ഇവിടെ നോക്കിയാൽ മാതാവിൻ്റെ ഒരു അലങ്കരിച്ച രൂപം കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പള്ളീൻ്റെ അകത്ത്. നമുക്ക് ഈ കാണുന്നത് ഇവിടെ മാതാവും കുടുംബവും പുണ്യാളന്മാരും ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരു രൂപം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി.
ഇനി കാണുന്ന നമ്മളിതിൻ്റെ മെയിൻ അൾത്താരയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ക്രൈസ്തവ വിശ്വാസികൾ ഒരുപാട് പേര് ഇവിടെ വന്നിരുന്നു അവരുടെയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒരു നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ അകത്തെ കാഴ്ചകളും കാര്യങ്ങളും. അങ്ങനെ മൊത്തവും കാഴ്ചകളും കണ്ടു കഴിഞ്ഞ് നമ്മളിങ്ങനെ വരികയാണ്. എല്ലാം കണ്ടു കഴിഞ്ഞു. ഈ വർഷത്തെ പള്ളി ഉത്സവങ്ങളും കാര്യങ്ങളും നമുക്ക് ഏറ്റവും വലിയ ഗംഭീരമായ ഒരു അനുഭവം തന്നെയാണ് തന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു വിഷമമുള്ളൂ, നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി പറ്റിയില്ല. നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി വരുമ്പോൾ നിൽക്കാതെ വന്നു കഴിഞ്ഞാൽ നൈറ്റ് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഈ പള്ളിയുടെ ഞാൻ കാണിച്ചു തരാം. നല്ല ഗംഭീരമാണ്. അത്ര ഈ 2025 പള്ളി ഉത്സവത്തിൻ്റെ വിഷ്വൽസ് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ.